ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മി അമേലിയ. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയാലോ? ഇന്നൊരു വെക്കേഷൻ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് സ്കൂളിലോട്ടൊന്ന് ഇമാജിൻ ചെയ്ത് പോയാൽ, ഈ വീഡിയോ കണ്ടു പോയാലോ? ഇപ്പോൾ എൻ്റെ മുന്നിലേക്കുണ്ടാണ്ടേ നമ്മുടെ സ്കൂളിലുള്ള ബോർഡാണ് എൻ്റെ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ബോർഡിൽ ഞാൻ എന്തെങ്കിലും എഴുതി, ടീച്ചറിൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ടീച്ചറിൻ്റെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നേരെ പോകാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മാം. എന്താണ് നിങ്ങളുടെ ഗുഡ് മോർണിംഗ് ഇത്രയും നീട്ടം? ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞതിൻ്റെ കുഴപ്പമുണ്ടോ? ഇല്ല മാം. അവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പീരീഡ് എന്താ? മാത്സ് അല്ലേ? അപ്പോൾ മാത്സിന് ഫസ്റ്റ് ഇന്നലെ ഞാൻ ഡിവിഷൻ തുടങ്ങിയില്ലേ? ഡിവിഷൻ തുടങ്ങിയില്ലായിരുന്നു. പിന്നെ എന്താ ഞാൻ തുടങ്ങിയത്? അഡീഷനോ? അഡീഷൻ തുടങ്ങിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ്, ആരാണ് അഡീഷൻ എന്ന് പറഞ്ഞത്? എന്നിട്ട് നീ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നോ? എന്നാൽ പിന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ ബാക്കി ആൾക്കാരോട് ചോദിച്ചില്ല ഇത് അഡീഷൻ. ഇങ്ങനെ ഡിവിഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡിവിഷൻ തുടങ്ങാം. ബാക്കി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഡിവിഷൻ. എല്ലാവർക്കും ബോർഡ് ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ബോർഡ് ക്ലിയർ അല്ലേ? ഇവിടെ ഞാനിപ്പോൾ ഡിവിഷൻ ആണ് എഴുതിയത്. ഡിവിഷൻ. അപ്പോൾ നമുക്ക് ഡിവിഷൻ ഇനി പഠിക്കാം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 29 എടുത്ത് 29 അതെടുത്തിട്ട് ഡിവിഷന് കണ്ടോ? എല്ലാവർക്കും ഡിവിഷൻ്റെ പേജാണോ ഉള്ളത്? ഓക്കെ അല്ലേ? അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് പ്രോബബ്ലി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾക്ക് അഡീഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ബോറോയിങ് ചെയ്യുക, ആ തിങ്സ് നമുക്ക് കിട്ടുക. ഇപ്പോൾ സബ്ട്രാക്ഷൻ ആണെങ്കിൽ എന്താ? സാധനങ്ങൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ അതാണ് സബ്ട്രാക്ഷൻ. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് അഡീഷൻ. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ബോർഡ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആണോ? ഇവിടെ വെക്കണോ? ഓക്കെ, കാണാലോ? ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഡിവിഷൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മെത്തേഡ് ട്രൈ ചെയ്താലോ? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഒരു മെത്തേഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു നമ്പർ തരാം. 18 divided by 6 ഈക്വൽസ് എന്താ? ഇത് നമ്മൾ നോർമൽ ഡിവിഷൻ വെച്ചിട്ടല്ല, ഇത് നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഉപയോഗിക്കാൻ. കാണാൻ പറ്റുന്നില്ല? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ വെച്ചിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ നമ്പർ തന്നെ ഇവിടെ എഴുതാം. ഇതെന്താ? 18, പക്ഷെ നമ്മൾ മൈനസ് എഴുതണം. 18 - 6 = 12. ഇനി ഈ 12
അപ്പോൾ 12 മൈനസ് 6 ഈക്വൽസ് എന്താ 6. അപ്പോൾ 6 മൈനസ് 6 ഈക്വൽ 0. നിങ്ങൾ ശ്രദ്ധിച്ചാണോ ഈ 6 എല്ലാം സെയിം ആണ്. ശ്രദ്ധിച്ചാണ് ഈ 6 എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ 6 എല്ലാം സെയിം. അപ്പോൾ ഈ ഇവിടെ നമുക്കിപ്പോൾ 12 ആക്കിയിട്ട്, അപ്പോൾ ഈ 12 ഞാൻ താഴെ 12 എഴുതി. പിന്നെ എനിക്ക് ഇവിടെ 6 ആക്കിയിട്ട്, അപ്പോൾ ഞാൻ ഇവിടെ 6 എഴുതി. പിന്നെ 6, പിന്നെ ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതി 6 എഴുതിയിട്ട് പിന്നെ എനിക്ക് 0 കിട്ടി. ഇതാണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ്റെ മെത്തേഡ്. അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഈ ഡിവിഷൻ്റെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ മെത്തേഡ് ക്ലിയർ ആണോ? ഒരു എക്സാമ്പിളും കൂടെ കാണിക്കണോ? വേണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു മെത്തേഡിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ബുക്ക് നോക്കിക്കേ. അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ്റെ ആണ്. അപ്പോൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ്റെ ഇവിടെ കാണാവോ? ഇവിടെ ആ ഒരു എക്സസൈസ് ഹോംവർക്ക് ആണ്, പേജ് നമ്പർ 29. അത് നിങ്ങൾ നാളെ എഴുതിക്കൊണ്ട് വന്നതിൽ നല്ല അടി കിട്ടുമ്പോൾ നല്ല അടി കിട്ടും. അല്ല പിന്നെ റോഹൻ നീ ചെയ്യണം. നീ അല്ലാതെ ഒരിക്കലും ഹോംവർക്ക് ചെയ്യാറില്ല. ഇതെങ്കിലും ദയവ് ചെയ്തൊന്ന് ചെയ്യണം. അപ്പം നമുക്ക് റിപ്പീറ്റഡ് സബ്ട്രാക്ഷനിലോട്ട് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ കഴിയില്ലേ? ഇനി നമുക്കിനി നമ്പർ ലൈൻ മെത്തേഡിലോട്ട് പോകാം. നമ്പർ ലൈൻ എന്ന് വെച്ചാൽ എന്താ? ഒരു മിനിറ്റ്, സെയിം എക്സാമ്പിൾ തന്നെ തരാം. 18 divided by 6 equals dash. നമ്മൾ നമ്പർ ലൈൻ വെച്ചിട്ട് യൂസ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഓക്കെ, ഇപ്പം ഞാൻ 18 വരെ എഴുതി. എനിക്ക് അങ്ങോട്ടും പോകാം, പക്ഷെ 20 100 വരെയെങ്കിലും എഴുതാം. പക്ഷെ എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 18 വരെ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ നമ്പർ എന്താ? 18. അപ്പോൾ കറക്റ്റ് 18 അല്ലേ? ഓക്കെ ഓക്കെ, നമ്പർ ലൈൻ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. 18 തൊട്ട് എങ്ങനെ ഡോട്ട് നമ്മൾ മനസ്സിലാക്കും. 6 ജംപ്സ് പോകണം. 6 ജംപ്സ് നിങ്ങൾക്ക് പോകണം. അപ്പോൾ 18 ആണെന്ന് മനസ്സിലാവോ? Okay, 1 2 3 4 5 6. അപ്പം നേരെ 12ലോട്ട് പോവാം. അപ്പോൾ ഇത് 1 ജമ്പായി. പിന്നെ ഇത് ഇങ്ങനെയാണ്. അടുത്തത് 6 അല്ലേ? 1 2 3 4 5 6. 6ലോട്ട് പോകാം. പിന്നെ 1 2 3 4 5 6. നേരെ ഇവിടെയും 6ലോട്ട് പോകാം. ഈ ബാക്ക് ആരോ വരക്കണേ. ഇങ്ങനത്തെയുള്ള ബാക്ക് ആരോ ഇത് വരക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എത്ര ടൈംസ് കൗണ്ട് ചെയ്ത് ബാക്ക്? ഇത് നമ്മൾ സബ്ട്രാക്ഷൻ ആണ്. ബാക്ക്വേർഡ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ 1 2 and 3. അപ്പോൾ 3 യൂസ് ചെയ്ത്. അപ്പോൾ 1 2 3. അപ്പോൾ നമുക്കിവിടെ 3 എഴുതാം. സെയിം ഇപ്പം നിങ്ങൾ എഴുതിയ 6 3 18. അതാ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ ഡിവിഷൻ ഈസിയാണ്. മനസ്സിലായോ?
കഴിഞ്ഞല്ലോ. എന്നാ പിന്നെ നാളെ നിങ്ങൾക്ക് ഏത് പീരീഡാ? മൗത്തില്ലേ, മായില്ലേ? ആരും വരണേ, എൻ്റെ ബുക്കിൽ ഞാൻ നോക്കിക്കോളാം രജിസ്റ്ററിൽ. ഓക്കെ. അപ്പം നാളെ നിങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് EVS അല്ലേ? ഞാൻ മാത്സ് ടീച്ചറല്ലേ. സെക്കൻഡ് പീരീഡ് അല്ല, ബ്രേക്ക് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് മാത്സ് ഉണ്ട്. അപ്പോൾ നാളെ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മാത്സ് കാണാം. പിന്നെ ഞാൻ നിന്നെ എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? ഡിവിഷൻ ഓൺ നമ്പർ ലൈൻ, ഡിവിഷൻ ഓൺ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഒന്നുകൂടി പറയാമോ? ഡിവിഷൻ ഓൺ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഓൺ നമ്പർ ലൈൻ. ഇന്ന് ഞാൻ എന്താ പഠിപ്പിച്ചത് ഞാൻ നാളെ ചോദിക്കും. എല്ലാവരോടും ഞാൻ ചോദിക്കുമ്പോൾ മറുപടി തരണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ചോദിക്കും, മറുപടി തന്നോണം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. പീരീഡ് എന്ത് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് പീരീഡ് പെട്ടെന്ന് എന്ത് ചെയ്ത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് ഫോം നിന്നെ കറക്റ്റ് ലൈനിൽ തന്നെ ഒരു സിംഗിൾ ലൈനിലാണ് നിൽക്കേണ്ടത്. സൂന ഇവിടെ നിൽക്കുക, പ്രകാശ് ബാ. ഈ സെയിം സിംഗിൾ ലൈനിലാണ് താഴേക്കും ചെല്ലേണ്ടത്. ലൈൻ ബ്രേക്ക് ചെയ്തുപോയാൽ അപ്പം തന്നെ പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഓക്കെ, ബൈ. ഹാപ്പി ഹോളിഡേയ്സ്. ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഹാപ്പി ഹോളിഡേയ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടീച്ചറിൻ്റെ ഒരു ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.